1859 ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തം മുമ്പോട്ട് വച്ചത് മുതൽ പരിണാമപരമായ പൊരുത്തപ്പെടുത്തലുകൾ വിപരീതമാക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രലോകം ചിന്തിച്ചിട്ടുണ്ട്. 2003 ചിലയിനം പ്രാണികൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ചിറകുകൾ നേടുകയും നഷ്ടപ്പെടുകയും വീണ്ടും നേടുകയും ചെയ്തിട്ടുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കോശങ്ങളുടെ സമ്മർദ്ദ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രോട്ടീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരികെ പരിണമിക്കാൻ കഴിയില്ല എന്നാണ് മറ്റൊരു സംഘം കണ്ടെത്തിയത്. നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേർണലിൽ വിപരീത ദിശയിലുള്ള പരിണാമത്തിൻ്റെ തിരിച്ചുപോക്കിനെക്കുറിച്ച് പുതിയൊരു പഠനത്തിൻ്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചിരുന്നു. പരിണാമ വഴികളിലെ അപൂർവവും അത്ഭുതകരവുമായൊരു പുതുപുത്തൻ അറിവ്. അതെന്താണെന്നും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പടിഞ്ഞാറൻ ഗാലപ്പഗോസിലെ അഗ്നിപർവ്വത ദ്വീപുകളിൽ പരിണാമം അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അവയുടെ ജീവവർഗങ്ങളിൽ ഒന്നിൽ പോലും ഇതുവരെ നിലവിലില്ലാത്ത വിഷാംശമുള്ള രാസവസ്തുക്കൾ കാട്ടുതക്കാളി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെയോ ഈ ചെടികൾ ആധുനിക തക്കാളികൾക്കില്ലാത്ത വഴുതനയുടേതുപോലുള്ള തന്മാത്രകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പരിണാമത്തിലെ വിചിത്രമായ ഈ വഴിത്തിരിവ് റിവർ സൈഡിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രകാരന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപരീത പരിണാമത്തിൻ്റെ അപൂർവ ഉദാഹരണമായിട്ടാണ് ഗവേഷക സംഘം ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത്. ജീവശാസ്ത്ര ലോകത്ത് ഇതൊരു വലിയ അത്ഭുതമാണ്. കാരണം പരിണാമത്തെ സാധാരണയായി ഒരു ബൂമറാങ്ങായിട്ടല്ല, മറിച്ച് ഒരു വൺ വേ സ്ട്രീറ്റ് ആയിട്ടാണ് കാണുന്നത്. സാധാരണയായി പരിണാമം ജീവികളെ നിലവിലുള്ള ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുത്തി മുന്നോട്ടാണ് നീങ്ങുന്നത്. അതിന് പിന്നിലേക്ക് തിരിയാനും നഷ്ടപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ പുനഃസ്ഥാപിക്കാനും കഴിയും എന്ന ആശയം കുറേയൊക്കെ പണ്ട് മുതലേ വിവാദപരമാണ്. മാത്രമല്ല അത് വളരെ സാധ്യതയില്ലാത്തതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജീവികൾക്ക് ഒരു പൂർവിക സ്വഭാവത്തിന് സമാനമായ എന്തെങ്കിലും തിരികെ ലഭിക്കുമ്പോൾ പോലും അവ ഒരിക്കലും അതേ ജനിതക മാർഗത്തിലൂടെ അല്ല അത് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈ ഗാലപ്പഗോസ് തക്കാളികൾ ചെയ്യുന്നത് അതാണ് എന്നാണ് തോന്നുന്നത്. UC റിവർ സൈഡിലെ മോളിക്കുലർ ബയോ കെമിസ്റ്റും പഠനത്തിൻ്റെ മുഖ്യ രചയിതാവുമായ ആദം ജോസിയാക്ക് പറയുന്നത് ഇത് നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന ഒന്നല്ല, എന്നാൽ ഇത് ഒരു അഗ്നിപർവ്വത ദ്വീപിൽ അത് തത്സമയം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. തക്കാളി, ഉരുളക്കിഴങ്ങ്, വഴുതന തുടങ്ങിയ പല നൈറ്റ് ഷെയ്ഡ് ചെടികളും പ്രതിരോധത്തിനായി ഉൽപ്പാദിപ്പിക്കുന്ന കൈപ്പേറിയ രാസവസ്തുക്കളായ ആൽക്കലോയിഡുകൾ മാത്രമല്ല, അവയുടെ തന്നെ ഒരു പുരാതന പതിപ്പും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് കൃഷി ചെയ്യുന്ന തക്കാളിയിൽ കാണപ്പെടുന്നവയല്ല. ഗാലപ്പഗോസിൽ നിന്ന് 30-ലധികം തക്കാളി സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. പഴയ കിഴക്കൻ ദ്വീപുകളിൽ തക്കാളി പ്രതീക്ഷിച്ച പോലെ ആധുനിക ആൽക്കലോയിഡുകൾ ഉണ്ടാക്കി. എന്നാൽ കടുപ്പം കുറഞ്ഞ പാറക്കെട്ടുകളുള്ള പടിഞ്ഞാറൻ ദ്വീപുകളിൽ എന്തോ മാറ്റം സംഭവിച്ചിരുന്നു. ആ ചെടികൾ അതിൻ്റെ തന്മാത്രയുടെ വ്യത്യസ്തമായ ഒരു രൂപം ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. തക്കാളിയുടെ വിദൂര പൂർവികരിൽ മാത്രം കാണപ്പെടുന്നതും വഴുതന ബന്ധുക്കളിൽ ഇപ്പോഴും കാണപ്പെടുന്നതുമായ ഒരു ഘടനയുള്ള ഒന്നായിരുന്നു അത്. എൻസൈം രസതന്ത്രത്തിലെ ഒരു ചെറിയ മാറ്റമായിരുന്നു അതിന് കാരണം. പ്രത്യേകിച്ച് ഒരു എൻസൈമിലെ 4 അമിനോ ആസിഡുകളുടെ ആസിഡ് മാറ്റങ്ങളിലൂടെ ചെടി അതിൻ്റെ ആൽക്കലോയിഡ് തന്മാത്ര നിർമ്മിക്കുന്ന രീതിയെ അപ്പാടെ മാറ്റിമറിച്ചു. 2 തന്മാത്രകൾക്ക് ഒരേ ആറ്റങ്ങളുണ്ടാകാം, പക്ഷേ ആ ആറ്റങ്ങൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അവ തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു.
ഈ സാഹചര്യത്തിൽ ആ ചെറിയ മാറ്റം ആധുനികവും പുരാതനവുമായ രസതന്ത്രം തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അർത്ഥമാക്കുന്നത്. ഈ ആശയം പരീക്ഷിക്കുന്നതിനായി ഗവേഷകർ ലാബിൽ എൻസൈം ജീനുകൾ പുനർനിർമ്മിക്കുകയും പുകയില ചെടികളിൽ അത് പ്രയോഗിക്കുകയും ചെയ്തു. തൽഫലമായി പുകയില ചെടികൾ പടിഞ്ഞാറൻ ദ്വീപിലെ തക്കാളിയെപ്പോലെ പൂർവിക ആൽക്കലോയിഡുകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? തക്കാളി പരിണാമത്തിൻ്റെ പിന്നോട്ടുള്ള സഞ്ചാരദിശ ദ്വീപുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗവേഷകർ കരുതുന്നത്. കിഴക്കൻ ദ്വീപുകൾ പഴയതും കൂടുതൽ സ്ഥിരതയുള്ളതും സമ്പന്നവുമായ ആവാസ വ്യവസ്ഥയുള്ളതുമാണ്. എന്നാൽ പടിഞ്ഞാറൻ ദ്വീപുകൾ പുതിയതും കൂടുതൽ കാഠിന്യമുള്ളതും വികസിതമല്ലാത്തതുമാണ്. പഴയതും ശക്തവുമായ ഒരു രാസപ്രതിരോധത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടായിരിക്കാം അവിടുത്തെ ചെടികൾ കൂടുതൽ കഠിനമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത്. കഠിനമായ പാശ്ചാത്യ സാഹചര്യങ്ങളിൽ പൂർവിക തന്മാത്ര മികച്ച പ്രതിരോധം നൽകുന്നുണ്ടാകാം. ഇതൊരു യഥാർത്ഥ തിരിച്ചുവരവാണെന്ന് ഉറപ്പാക്കാൻ പുരാതന തക്കാളിയുടെ പൂർവികർ എങ്ങനെ ഇരുന്നിരിക്കാം എന്നത് പുനർനിർമ്മിക്കാൻ ആധുനിക DNA ഉപയോഗിച്ച് പരിണാമ മോഡലിംഗ് അവരുടെ സംഘം നടത്തി. ഇന്നത്തെ പടിഞ്ഞാറൻ ദ്വീപ് തക്കാളിയുടെ രസതന്ത്രം ആ ആദ്യകാല മോഡലുകളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് അങ്ങനെ കണ്ടെത്തി. ഗാലപ്പഗോസ് തക്കാളിയിലെ ഈ പ്രതിഭാസത്തെ വിപരീത പരിണാമം എന്ന് പരാമർശിക്കുന്നത് ഒരു അവകാശവാദമാണ്. എന്നാൽ പ്രകൃതിയിൽ ഇതിന് വേറെയും ഉദാഹരണങ്ങളുണ്ട്. പാമ്പുകൾക്ക് കൈകാലുകൾ വീണ്ടെടുക്കൽ, ബാക്ടീരിയകൾക്ക് സ്വഭാവവിശേഷങ്ങളിൽ മാറ്റം തുടങ്ങിയവ. പക്ഷേ അവ വളരെ അപൂർവമാണ്. ജനിതക രാസഘട്ടങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായി രേഖപ്പെടുത്തിയതും ആയതിനാൽ ഈ കേസ് മറ്റുള്ളവയിൽ നിന്ന് തികച്ചും വേറിട്ട് നിൽക്കുന്നു. ചില ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് ജോസിയാക്ക് പറയുന്നത്. എന്നാൽ ജനിതകവും രാസപരവുമായ തെളിവുകൾ ഒരു പൂർവിക അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിനുള്ള സംവിധാനം ആ ചുറ്റുപാടിലുണ്ട്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഈ മാറ്റം ചെടികൾക്ക് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ മനുഷ്യർക്ക് പോലും വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇത് മനുഷ്യർക്ക് സംഭവിക്കാം എന്ന് ഞാൻ കരുതുന്നു എന്നും ജോസിയാക്ക് പറയുന്നു. 1-2 വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കുമെന്നല്ല, കാലക്രമേണ ഒരു പക്ഷേ പരിസ്ഥിതി ചുറ്റുപാടുകളിൽ വേണ്ടത്ര മാറ്റമുണ്ടായാൽ അത് സംഭവിച്ചേക്കാം. അതിജീവന തന്ത്രമായിട്ടായിരിക്കാം ഒരുപക്ഷെ പരിണാമത്തെ വിപരീതമാക്കുന്നത്. പരിണാമം എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വാതിലാണ് ഈ പഠനം ലോകത്തിനു മുമ്പിൽ തുറന്നു തരുന്നത്. എന്നേക്കുമായി ഇല്ലാതായി എന്ന് നമ്മൾ കരുതിയ സ്വഭാവവിശേഷങ്ങൾ ഒരുപക്ഷെ നിദ്രയിലായിരുന്നിരിക്കാം. ശരിയായ സാഹചര്യങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ കാത്തിരുന്നതുമാകാം. കുറച്ച് അമിനോ ആസിഡുകൾ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു തന്മാത്ര ലഭിക്കും എന്ന് ജോസിയാക്ക് പറയുന്നു. ആ അറിവ് പുതിയ മരുന്നുകൾ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിനും മികച്ച കീടപ്രതിരോധം രൂപകൽപ്പന ചെയ്യുന്നതിനും അല്ലെങ്കിൽ വിഷാംശം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നമ്മളെ സഹായിക്കും. എന്നാൽ ആദ്യം പ്രകൃതി അതെങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പഠനം അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണെന്നും ജോസിയാക്ക് പറഞ്ഞു. ഗാലപ്പാഗോസിൻ്റെ പാറക്കെട്ടുകളിൽ വളരുന്നത് വെറും കാട്ടുതക്കാളിയല്ല. സമ്മർദ്ദത്തിന് കീഴിൽ ജീവിതം എങ്ങനെ സ്വന്തം നിയമങ്ങൾ മാറ്റി എഴുതുന്നു എന്നതിൻ്റെ സൂചന കൂടിയായിരിക്കാം അത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.